കുറേ നല്ല ടിപ്സായിട്ടാണ് വന്നിരിക്കുന്നത്. ക്ലിപ്പ് കൊണ്ടുള്ള ടിപ്സ്, അതുപോലെ സോപ്പ് കൊണ്ടുള്ള ടിപ്സ്, പച്ചക്കറിയുടെ ടിപ്സ്. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ടേസ്റ്റി കറി. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ വീഡിയോ കണ്ടിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ എന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കാനും ഓർമ്മിപ്പിക്കുന്നു. എങ്കിൽ മാത്രമേ ഞാൻ പിന്നീട് ഇടുന്ന ഇതുപോലുള്ള വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടുകയും അപ്പോൾ തന്നെ വാച്ച് ചെയ്യാൻ പറ്റുകയും ഉള്ളൂ. അപ്പോൾ ആദ്യത്തെ ടിപ്സ് എന്ന് പറഞ്ഞാൽ സോപ്പിൻ്റെ ടിപ്സാണ്. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് തീരാറായ സോപ്പാണ്. അതുപോലെ ഒരു മാസ്കും എടുത്തിട്ടുണ്ട്. നമ്മളൊക്കെ സോപ്പ് തീരാറാകുമ്പം നമ്മളത് വേസ്റ്റാക്കി കളയാണ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ വേസ്റ്റ് ആകാതെ നമുക്ക് മാക്സിമം തന്നെ അത് യൂട്ടിലൈസ് ചെയ്യാം. അപ്പോൾ അതിന് പറ്റിയൊരു ടിപ്സാണ്. അതുമല്ല നമ്മൾ ഈ തീരാറാകുമ്പോൾ നമ്മൾ ബാത്റൂമിൽ അവിടെ വെച്ചേക്കുവാണെങ്കിൽ കൊച്ചു കുട്ടികളൊക്കെ അത് കയറിയിട്ട് എടുത്ത് അവരൊക്കെ പിച്ചി പറിച്ച് ഇങ്ങനെ ബാത്റൂമിൽ ഇടും. അപ്പോൾ നമ്മൾ തന്നെ അടിച്ച് വീഴാനുള്ള സാധ്യതയുണ്ട്. അതുമല്ല നമ്മൾ തീരാറാകുമ്പോഴത്തേക്ക് ഇത് പൊടിഞ്ഞു പോവുകയും ചെയ്യും. ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അത് ചെറിയ പീസുകളാകും. അപ്പോൾ അങ്ങനെ വരുന്നത് അവോയ്ഡ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ടിപ്സാണ്. അപ്പോൾ ഞാൻ ഈ മാസ്ക് എടുത്ത് ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട്. മാസ്കിൻ്റെ ഒരറ്റം മുറിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിനുള്ളിൽ പോക്കറ്റ് പോലെയുള്ള സ്ഥലമുണ്ട്. അതിൽ 3 ലെയറും ഉണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ നടുക്കത്തെ ആ ഫിൽറ്ററായിട്ടുള്ള ആ ലെയർ നമുക്ക് എടുത്ത് മാറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല. എന്നിട്ട് പിന്നെ അതിൻ്റെ ഒരു സൈഡിൽ ഒരു ചെറിയൊരു കമ്പിയുണ്ട്. ആ കമ്പി എടുത്ത് മാറ്റുന്നുണ്ട്. അതിൻ്റെ ആവശ്യമില്ല, അത് എടുത്ത് മാറ്റുന്നുണ്ട്. എന്നിട്ട് ഈ സോപ്പ് അതിനുള്ളിലേക്ക് ഇട്ട് കൊടുക്കുന്നു. നമ്മൾ ആ മാസ്കിനുള്ളിലോട്ട് സോപ്പ് ഇട്ട് കൊടുത്തിട്ട് വെട്ടി മാറ്റിയ ആ ഭാഗത്ത് ഒരു ഇലാസ്റ്റിക് വള്ളിയുണ്ട്. അത് നമ്മൾ മുറിച്ചെടുത്തിട്ട് ഈ മാസ്ക് ആ മുറിച്ച ഭാഗത്ത് നന്നായിട്ട് ടൈ ചെയ്ത് വെക്കുക. അപ്പോൾ സോപ്പ് ഉള്ളിലായിരിക്കും. എന്നിട്ട് നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്. നമുക്ക് പിന്നീട് കൈ കഴുകുമ്പോൾ നമുക്കിതെടുത്ത് ഉപയോഗിക്കാവുന്നതാണ്. വളരെ നല്ലതായിട്ട് ഉപയോഗിക്കാം. നമ്മളിത് വെറുതെ വേസ്റ്റാക്കി കളയാണ്. കൊച്ചുകുട്ടികളൊക്കെ ഉള്ളിടത്തും പ്രായമുള്ളിടത്തൊക്കെ ഇതുപോലെ നമ്മൾ തീരാറായ സോപ്പ് ബാത്റൂമിൽ ഇരിക്കുന്നത് കുറച്ച് അപകടമുള്ള നമ്മൾ അറിയത്തില്ല. അത് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് തന്നെ അത് ചെറിയ പീസായിട്ട് മുറിഞ്ഞ് താഴെ പോവും. അപ്പോൾ അങ്ങനെ ഉള്ളത് ഒഴിവാക്കാൻ നല്ലൊരു മാർഗ്ഗമാണ്. അടുത്ത ടിപ്സ് എന്ന് പറഞ്ഞാൽ ചാർജറൊക്കെ നമ്മൾ വെറുതെ ഇട്ടേക്കാതെ നല്ലതായിട്ട് നീറ്റായിട്ട് വെക്കാൻ പറ്റിയ ഒരു അടിപൊളി ടിപ്സാണ്. അപ്പോൾ നമ്മൾ ബ്രെഡൊക്കെ മേടിക്കുമ്പോൾ അതിനൊരു ക്ലിപ്പുണ്ട്. ആ ക്ലിപ്പ് കളയാതെ എടുത്ത് വെക്കണം. നമ്മൾ റബ്ബർ ബാൻഡ് പോലെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു ഇതാണ് ഈ ആ ബ്രെഡിൽ ടൈ ചെയ്ത് വെച്ചേക്കുന്ന ആ ക്ലിപ്പ്. അപ്പോൾ ഞാൻ ഇങ്ങനെ കിട്ടുന്ന ക്ലിപ്പ് കളയാതെ എടുത്തു വെച്ചിട്ടുണ്ടാവും. എന്തെങ്കിലും ആവശ്യത്തിന് ഉപയോഗിക്കാമെന്ന് വെച്ചിട്ട് എടുത്തു വെച്ചിട്ടുണ്ടാവും. അതാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ഞാൻ ചാർജർ എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് എങ്ങനെയാണ് ചെയ്തതെന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇതൊന്ന് ചുറ്റിയെടുക്കണം. അല്ലാതെ അതിൽ കൂടുതൽ ചെറുതാക്കാൻ ചുറ്റരുത്. കാരണം ഇതിനുള്ളിലുള്ള ഒരു ചെമ്പ് കമ്പിയുണ്ട്. അത് ഒടിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കയ്യിലൊന്ന് ചുറ്റിയെടുത്താൽ മതി. കുറച്ച് ചെറുതാവുകയും ചെയ്യരുത്, ഒത്തിരി വലുതാകുമ്പോൾ ആ നീറ്റ്നെസ് വരത്തില്ല. അപ്പോൾ ആ രീതിയിൽ നമ്മുടെ കയ്യിലൊന്ന് ചുറ്റിയെടുത്താൽ നമുക്ക് നല്ലതായിട്ട് വെക്കുകയും ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ക്ലിപ്പ് ഇതിൽ ടൈ ചെയ്തൊന്ന് വെച്ചാൽ മതി. അപ്പോൾ നമുക്ക് നീറ്റായിട്ട് അത് വെക്കുകയും ചെയ്യാം. അപ്പോൾ നമ്മൾക്ക് റബ്ബർ ബാൻഡ് ഉണ്ടെങ്കിൽ നമുക്ക് റബ്ബർ ബാൻഡ് ഇട്ട് വെച്ച് വെക്കാം. അല്ലെങ്കിൽ ഇതുപോലെ ചെയ്ത് വെക്കാവുന്നതാണ്. അതുപോലെ യാത്രയൊക്കെ പോകുമ്പോൾ നമ്മൾ ചാർജർ ബാഗിൽ ഇട്ടുകൊണ്ട് പോകും. അതിപ്പം ഇതുപോലെ വെക്കുകയാണെങ്കിൽ ബാഗിൽ ഒതുങ്ങിയിരിക്കുകയും ചെയ്യും. നല്ല യൂസ്ഫുള്ളായിട്ടുള്ള ഒരു ക്ലിപ്പാണിത്. അത് കിട്ടുമ്പോൾ അത് കാണുമ്പോൾ എടുത്തു വെക്കാനും മറക്കരുത്. അതുപോലെ പാക്കറ്റിലുള്ള സാധനങ്ങൾ നമുക്ക് പൊട്ടിച്ചിട്ട് അത് ടൈ ചെയ്ത് വെക്കുന്നതിന് ഈ ക്ലിപ്പ് നന്നായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. നമ്മൾ പച്ചക്കറികളൊക്കെ മേടിച്ച് അത് വാഷ് ചെയ്തിട്ട് നമ്മൾ ഒരു ബോക്സിനകത്ത് ഇട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കും.
ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ടെങ്കിൽ അതിനകത്ത് ഇരുന്ന് 2-3 ദിവസം കഴിയുമ്പോഴത്തേന് വെള്ളം ആയിട്ട് നമ്മൾ എസ്പെഷ്യലി ഇലവർഗ്ഗത്തിലുള്ളതൊക്കെ ആണെങ്കിൽ ചീര അങ്ങനെയൊക്കെ ഉള്ളതാണെങ്കിൽ നമ്മൾ 2 ദിവസം കഴിഞ്ഞ് 3-ാമത്തെ ദിവസം ആകുമ്പോഴത്തേനും അതിനകത്ത് വെള്ളം വരും, ഫ്രിഡ്ജിൽ ഇരുന്നിട്ട് വെള്ളം വരും, എന്നിട്ട് അത് അഴുക്കാകാനായിട്ട് തുടങ്ങും. അപ്പോൾ അത് മല്ലിയില അങ്ങനെയുള്ളതൊക്കെ പച്ചമുളക് ഇങ്ങനെ വളരെ സോഫ്റ്റായിട്ടുള്ള വെജിറ്റബിളാണ് പെട്ടെന്ന് ഇതുപോലെ അഴുക്കാവുന്നത്. വെള്ളം വന്നിട്ട് ഫ്രിഡ്ജിനകത്ത് നമ്മൾ വെക്കുമ്പോൾ 2 ദിവസം കഴിയുമ്പോഴത്തേന് വെള്ളം വന്നിട്ട് ഇത് പെട്ടെന്ന് അഴുക്കാവും. അപ്പോൾ അങ്ങനെയുള്ളത് ഒഴിവാക്കാൻ പറ്റിയ ഒരു അടിപൊളി ടിപ്സാണ്. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് പച്ചമുളകാണ്. ഇത് നന്നായിട്ട് കഴുകി വെള്ളമൊക്കെ വന്നതാണ്. ഇനി ഞാനൊരു ബോക്സിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ബോക്സിലോട്ട് ഇട്ട് കൊടുക്കുന്നതിന് മുമ്പ് അടിയിൽ ഒരു ടിഷ്യൂ പേപ്പർ വെക്കുന്നുണ്ട്. എന്നിട്ട് പച്ചമുളക് ഇട്ട് കൊടുക്കുന്നു. എന്നിട്ട് നമുക്ക് ഒത്തിരി പച്ചമുളക് ഉണ്ടെങ്കിൽ ഇതുപോലെ ലെയറായിട്ട് നമ്മൾ ചെയ്യാവുന്നതാണ്. ഒരു കുറച്ച് പച്ചമുളക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ പച്ചമുളക് ഞാൻ ഇട്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ തണ്ട് അടർത്തി മാറ്റുന്നുണ്ട്. തണ്ടൂടെ ഇടുന്നത് അത് പെട്ടെന്ന് അഴുക്കാവും. അതും അവോയ്ഡ് ചെയ്യാനായിട്ട് തണ്ടൂടെ മാറ്റുന്നുണ്ട്. എന്നിട്ട് ഒരു ലെയർ ഒത്തിരി പച്ചമുളക് ഉണ്ടെങ്കിൽ ഒരു ലെയർ ഇങ്ങനെ നമുക്ക് നിരത്തിയിട്ട് കൊടുത്തിട്ട് അതിൻ്റെ പുറത്ത് പിന്നെ ഒരു ടിഷ്യൂ പേപ്പർ വെക്കാവുന്നതാണ്. എന്നിട്ട് പിന്നെയും പച്ചമുളക് നമുക്ക് ഇതുപോലെ വെക്കാവുന്നതാണ്. അങ്ങനെ ലെയറായിട്ട് നമുക്ക് അടുക്കി വെക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ ഫ്രിഡ്ജിൽ 2 ദിവസം ഇരുന്നാലും വെള്ളം വരുമ്പോൾ അത് ആ ടിഷ്യൂ പേപ്പർ അങ്ങ് അബ്സോർവ് ചെയ്യുക. നമ്മുടെ വെജിറ്റബിൾ അഴുക്കാകത്തുമില്ല. നമുക്ക് കുറച്ച് ആളൂടെ നമുക്ക് നല്ല ഫ്രഷായിട്ട് നമുക്ക് വെജിറ്റബിൾ ഫ്രിഡ്ജിൽ തന്നെ നന്നായിട്ട് സൂക്ഷിക്കാനും പറ്റും. അപ്പോൾ പെട്ടെന്ന് വെജിറ്റബിൾ അഴുക്കാകുന്നത് തടയാനൊക്കെ പറ്റും. ഇലവർഗ്ഗത്തിൽപ്പെട്ട ചീര, മുരിങ്ങയില, മല്ലിയില, അതുപോലെ പുതിനയിലയൊക്കെ നമ്മൾ ഇതുപോലെ വാഷ് ചെയ്ത് ഡ്രൈ ആക്കിയിട്ട് ബോക്സിനകത്ത് ഇട്ട് കൊടുക്കുമ്പോൾ അടിയിലൊരു ലെയർ ടിഷ്യൂ പേപ്പർ വെക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മുടെ വെജിറ്റബിൾ ഇലവർഗ്ഗത്തിൽപ്പെട്ട എന്താണോ അത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് കുറച്ച് വെച്ച് കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ ഒരു ടിഷ്യൂ വെക്കുക. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് അത് അഴുക്കാകാതെ കുറച്ച് ആളൂടെ ഉപയോഗിക്കാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ വെച്ച് കൊടുക്കാതെ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് 2 ദിവസം കൊണ്ട് ഇതെല്ലാം തീർക്കേണ്ടതായിട്ട് വരും. അത് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെയുള്ളത് ഇലവർഗ്ഗത്തിൽപ്പെട്ട അത് പെട്ടെന്ന് അഴുക്കാവുകയും ചെയ്യും. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാനായിട്ട് നല്ലൊരു മാർഗ്ഗമാണ്. ഞാൻ അതുപോലെ മല്ലിയിലയും ഇതുപോലെ കഴുകി ഡ്രൈ ആക്കിയിട്ട് ഇതുപോലെ ബോക്സിനകത്ത് എടുത്ത് വെക്കുന്നുണ്ട്. അങ്ങനെ ബോക്സിനകത്ത് എടുത്ത് വെക്കുമ്പോൾ കുറച്ച് തണ്ടോട് കൂടിയാണ് എടുത്ത് വെക്കുന്നത്. അതിന് ഹാർഡായിട്ടുള്ള തണ്ടൊക്കെ മാറ്റിയിട്ട് കുറച്ച് തണ്ടോട് കൂടിയാണ് എടുത്ത് വെക്കുന്നത്. അതുപോലെ ലെയറായിട്ട് എടുത്ത് വെക്കുന്നുണ്ട്. അപ്പം നമുക്ക് ആവശ്യമുള്ളപ്പം നമുക്ക് അത് എടുത്താൽ മതി. കഴുകി ഡ്രൈ ആക്കി നമ്മൾ വെച്ചേക്കുന്നതാണല്ലോ. അപ്പോൾ നല്ലൊരു ടിപ്സാണ്. ഈ ടിപ്സ് എല്ലാം എല്ലാവർക്കും വളരെ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അതുപോലെ വളരെ യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയണം. അപ്പോഴേ വീഡിയോ കണ്ടിട്ടൊന്ന് ലൈക്ക് ചെയ്യാനും ഫാമിലിക്കും ഫ്രണ്ട്സൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും, അതുപോലെ ആദ്യമായിട്ട് കാണുന്നവർ വീഡിയോ കണ്ടിട്ടൊന്ന് സബ്സ്ക്രൈബ് ഓൾ എന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. എങ്കിൽ മാത്രമേ ഞാൻ പിന്നീട് ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. ഇനി വേറൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെയും ബൈ. Thanks for watching.